വിഴിഞ്ഞം തുറമുഖത്ത് ട്രയൽ റണ്ണിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു. 2028 തുറമുഖത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിഴിഞ്ഞത്തിന്റെ ഒന്നാം ഘട്ട പൂർത്തീകരണത്തിൽ അദാനി ഗ്രൂപ്പിനെ പിണറായി വിജയൻ പ്രശംസിച്ചു. വയബിലിറ്റി ഗ്യാപ്പ് ലഭ്യമാക്കിയ കേന്ദ്ര സർക്കാരിന് പ്രത്യേക നന്ദിയും മുഖ്യമന്ത്രി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം ടിൻഡുവിലേക്കും പ്രജിത് മോഹനിലേക്കും പോകുന്നു. ടിൻഡു, സ്വപ്ന പദ്ധതിക്ക് സാക്ഷാത്കാരമായിരിക്കുന്നു. ആദ്യ മദർഷിപ്പിന് ഔദ്യോഗിക സ്വീകരണം നൽകി. ട്രയൽ റൺ ഉദ്ഘാടന കർമ്മവും നിർവഹിച്ചിരിക്കുന്നു. വിവരങ്ങൾ. രോഹിണി, അപ്പോൾ എല്ലാം മംഗളമായി തന്നെ അവസാനിച്ചിരിക്കുകയാണ്. ഔദ്യോഗികമായിട്ടുള്ള ട്രയൽ റണ്ണും ഔദ്യോഗികമായിട്ടുള്ള എല്ലാ പരിപാടികളും അവസാനിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പരിപാടിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. കേന്ദ്ര ഷിപ്പിംഗ് പോർട്ട് മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയായിരുന്നു പരിപാടിയുടെ. അതോടൊപ്പം തന്നെ മറ്റ് ക്ഷണിക്കപ്പെട്ട വ്യക്തികളുമൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. ആദ്യം രാവിലെ തന്നെ ഈ ഷിപ്പിലേക്ക് ബർത്തിലേക്ക് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി എത്തുകയായിരുന്നു. തുടർന്ന് ആദ്യ മദർഷിപ്പ് നങ്കൂരമിട്ടതിൻ്റെ സ്മരണാർത്ഥം സ്ഥാപിച്ച ശിലാസ്ഥാപനത്തിൻ്റെ അനാച്ഛാദന കർമ്മമാണ് ആദ്യം നിർവഹിച്ചത്. അതിനുശേഷം ഔദ്യോഗികമായിട്ടുള്ള വാട്ടർ സല്യൂട്ട്, ഔദ്യോഗികമായിട്ടുള്ള ട്രയൽ റൺ തുടങ്ങിയ പരിപാടികളായിരുന്നു. അതിനുശേഷമായിരുന്നു ഔദ്യോഗിക പരിപാടികൾ. നമുക്കറിയാം, കാലങ്ങളായിട്ട് ഉള്ള, അതായത് ഏതാണ്ട് 3 പതിറ്റാണ്ട് കാലത്തിൻ്റെ ആവശ്യമാണ്, ഒരുപക്ഷെ ഒരു ജനതയുടെ ആവശ്യം കൂടിയാണ് ഇന്നിവിടെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്നലെയാണ് ചൈനീസ് തീരത്തു നിന്ന്, ഷെങ്ഹായ് തീരത്തു നിന്നും സൺ ഫെർണാണ്ടോ എന്ന മദർഷിപ്പ് വിഴിഞ്ഞം തീരത്ത് നങ്കൂരമിട്ടത്. 5000 കണ്ടെയ്നറുകളുമായിട്ടാണ് മദർഷിപ്പ് വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടത്. ഇതിൽ 2000 കണ്ടെയ്നറാണ് ട്രയൽ റണ്ണിന് വേണ്ടിയിട്ട്, ഒരുപക്ഷെ ട്രയൽ റണ്ണിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നത് 2000 കണ്ടെയ്നറുകളായിരുന്നു. ഈ കണ്ടെയ്നറുകൾ ഇന്ത്യയുടെ വിവിധ ഈ തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകാനെന്നാണ് നിലവിലിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. മഹാരാഷ്ട്ര, ഗുജറാത്ത് ഉൾപ്പെടെയുള്ള തീരങ്ങളിലേക്ക് ഈ കണ്ടെയ്നറുകൾ എത്തിക്കുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതീക്ഷയാണ് ഇനി നമ്മളെ കാത്തിരിക്കുന്നത്. 400 മീറ്റർ വീതം, ഈ 400 മീറ്റർ നീളമുള്ള കൂറ്റൻ ചരക്ക് കപ്പലിനെയാണ്, അല്ലെങ്കിൽ കൂറ്റൻ മദർഷിപ്പിനെയാണ് കാത്തിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതീക്ഷയായിരുന്നു. പ്രതീക്ഷകളൊക്കെ പുത്തൻ പ്രതീക്ഷകൾക്ക് ഉണർവ് നൽകിക്കൊണ്ട് പുതിയ ഒരു ദിനം വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ പുതിയ ഒരു കാൽച്ചുവടുവെപ്പാണ് ഭാരതം ഏറ്റെടുത്തിരിക്കുന്നത്. രോഹിണി. അതെ, പ്രജിത്ത് കൂടി ചേരുന്നുണ്ട്. പ്രജിത്ത്, എന്തായാലും വികസനത്തിന്റെ ചിറകുകളിലേറിയിരിക്കുകയാണ് വിഴിഞ്ഞം പദ്ധതി. സ്വപ്ന സാക്ഷാത്കാരത്തിനാണ് തുടക്കമായിരിക്കുന്നത്. ഇനി സെപ്റ്റംബർ വരെ ഇത്തരത്തിലുള്ള ചരക്ക് നീക്കങ്ങൾ ട്രയൽ റണ്ണിന്റെ ഭാഗമായി ഉണ്ടാകും. കൂടുതൽ വലിയ മദർഷിപ്പുകൾ എത്തും എന്നും അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി മുഖ്യമന്ത്രി നന്ദിയും അറിയിച്ചിട്ടുണ്ട്. രോഹിണി, അതുതന്നെയാണ് രാവിലെ മുതൽ തീർന്ന പദ്ധതിയിൽ പരിപാടികളിൽ കൃത്യമായ മുന്നൊരുക്കങ്ങളോട് നടന്ന പരിപാടിയിൽ എല്ലാം പരിസമാപ്തിയായിരിക്കുന്നു. എന്നാൽ ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗവും ശ്രദ്ധേയമായിരുന്നു. പ്രത്യേകിച്ച് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യം മാത്രമാണ് കേന്ദ്ര ഇടപെടലിൽ അദ്ദേഹം എടുത്തു പറഞ്ഞതെങ്കിലും അതിൽ അദ്ദേഹം കേന്ദ്രത്തിന് നന്ദി പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ അദാനി ഗ്രൂപ്പിന് ആവർത്തിച്ച് മുഖ്യമന്ത്രി നന്ദി പറയുന്നതും ശ്രദ്ധേയമായിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുൻപുള്ള നിലപാടുകളിൽ നിന്നൊക്കെയുള്ള ഒരു മാറ്റമായി അതിനെ കാണാം. എന്തായാലും ഈ ട്രയൽ റണ്ണിൻ്റെ ഉദ്ഘാടനം അത് സൂചകമായി അല്ലെങ്കിൽ ശുഭകരമായി തന്നെ പൂർത്തിയായിരിക്കുന്നു. ഇനി നിലവിലുള്ള മദർഷിപ്പ് ഫെർണാണ്ടോസ് നാളെ ഈ തീരം വിടും എന്നുള്ളതാണ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന അറിവ്. അതിനുശേഷം കൂടുതൽ മദർഷിപ്പുകൾ, പ്രത്യേകിച്ച് അടുത്തതായി വരാൻ പോകുന്ന 400 മീറ്റർ നീളമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളിൽ ഒന്ന് വിഴിഞ്ഞം തീരത്തേക്ക് വരുമ്പോൾ അത് ഒരു വലിയ പുതിയ ചരിത്രമായി തന്നെ മാറുന്നു. കാരണം ഇന്ന് ഈ ഫെർണാണ്ടോ ഇന്ന് ഈ വിഴിഞ്ഞം പോർട്ടിൽ നങ്കൂരമിട്ട് കിടക്കുമ്പോൾ അത് ഇത്രയും വലിയ മദർഷിപ്പുകൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ, ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരം വലിയൊരു മദർഷിപ്പ് ഒരു ഭാരതീയമായ ഒരു പോർട്ടിൽ, ഒരു തുറമുഖത്ത് നങ്കൂരമിട്ട് കിടക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ഇതിനു മുൻപ് ഇത്തരം ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അങ്ങനെ വലിയ ചരിത്ര നിമിഷങ്ങളിലൂടെ തന്നെ നമ്മൾ കടന്നു പോകുന്നു. രാജ്യത്തിൻ്റെ ഈ തുറമുഖ വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട്, ഷിപ്പിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് വലിയൊരു ചരിത്ര നിമിഷത്തിലൂടെ ഭാരതവും കേരളവും ഒക്കെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഇനി വലിയ 400 മീറ്റർ നീളമുള്ള വലിയ മദർഷിപ്പുകൾ ഈ വിഴിഞ്ഞം പോർട്ടിലേക്ക് എത്തുമ്പോൾ അതും പുതിയൊരു ചരിത്രമാകും. അത് ഈ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡം മുഴുവൻ
ഏറ്റവും വലിയ ഒരു ഷിപ്പിംഗ് സംവിധാനമായി വിഴിഞ്ഞം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ എടുത്ത് പറയേണ്ടത്. അത് വലിയ പ്രാധാന്യമുള്ള വിഷയം കൂടിയാണ്. കാരണം രാജ്യത്തിൻ്റെ ആകെ വികസനത്തിൽ നിർണായകമായ പങ്ക് വിഴിഞ്ഞത്തിന് വഹിക്കേണ്ടതായിട്ടുള്ള കാലത്തിലൂടെയാണെങ്കിൽ അല്ലെങ്കിൽ ഭാവി കാലമാണ് കടന്നു വരുന്നത്. ഇനി ഒന്നാം ഘട്ടം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ഇനി 4 ഘട്ടങ്ങൾ കൂടി പൂർത്തിയാകുമ്പോൾ പക്ഷേ ഒരു ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖങ്ങളിൽ ഒന്നായി വിഴിഞ്ഞം മാറും. ഈ ചരക്ക് നീക്കം അടക്കമുള്ള കാര്യങ്ങളിൽ ലോകത്തെ പ്രധാനപ്പെട്ട സ്പോട്ടുകളിൽ ഒന്നായി അത് വിഴിഞ്ഞം മാറാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. വിഴിഞ്ഞത്തോടൊപ്പം ഇനി ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൂടി വരേണ്ടതുണ്ട്. നിലവിലുള്ള ബെർത്തിൻ്റെ അടക്കം നീളം കൂട്ടുന്ന സൗകര്യങ്ങൾ അല്ലെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ടത് അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കുന്നത്, ഭാവിയിൽ കൂടുതൽ റെയിൽ റോഡ് കണക്ടിവിറ്റിയിലൂടെ കൂടുതൽ ചരക്ക് നീക്കം സാധ്യമാകുന്നത്. കാരണം ഇപ്പോൾ നിലവിലത്തെ സംവിധാനത്തിൽ വിഴിഞ്ഞത്ത് നിന്നുള്ള ചരക്ക് നീക്കം ഒരു ഷിപ്പിൽ നിന്ന് വലിയ മദർ ഷിപ്പുകളിൽ നിന്ന് ഇവിടെ എത്തിച്ച് ചരക്ക് പിന്നീട് തുറമുഖത്ത് പോർട്ടിൽ ഇറക്കി വെച്ച് അതിനുശേഷം ഫീഡർ ഷിപ്പുകൾ എത്തി ആ ഫീഡർ ഷിപ്പുകൾ വഴി മറ്റ് തുറമുഖങ്ങളിലേക്ക്, ചെറുകിട തുറമുഖങ്ങളിലേക്ക് മറ്റും മാറ്റുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ മറ്റ് ഷിപ്പുകൾ വഴി മറ്റ് രാജ്യങ്ങളിലേക്ക് മാറ്റുക എന്നുള്ളതാണ് വിഴിഞ്ഞത്തിന്റെ നിലവിലത്തെ പ്രവർത്തന രീതി. അതിൻ്റെയാണ് ട്രയൽ റൺ ആരംഭിച്ചിരിക്കുന്നത്. പക്ഷേ വരും നാളുകളിൽ വിഴിഞ്ഞത്ത് എത്തിക്കുന്ന ചരക്കുകൾ റോഡ് മാർഗവും റെയിൽ മാർഗവും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കാനുള്ള സംവിധാനമൊരുക്കാൻ കഴിയും. അതിനുള്ള വികസന പ്രവർത്തനങ്ങൾ ഇനി നടക്കേണ്ടതുണ്ട്. വിഴിഞ്ഞത്തിൻ്റെ ഈ 4 ഘട്ട വികസന പ്രവർത്തനങ്ങളും പൂർത്തിയാകുന്നതോടുകൂടി അതെല്ലാം സാധ്യമായി ഒരു പൂർണ്ണ സജ്ജമായ ഒരു തുറമുഖ സംവിധാനമായി, അത് ലോകോത്തരമായ തുറമുഖ സംവിധാനമായി വിഴിഞ്ഞം മാറും. അതിനുള്ള എല്ലാ കൃത്യമായ പദ്ധതികളുമായിട്ടാണ് കേന്ദ്ര സർക്കാരും അതിനൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും ഒക്കെ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. വിഴിഞ്ഞം സീപോർട്ടിൻ്റെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ അദാനി ഗ്രൂപ്പ് എല്ലാം കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ഇടയ്ക്ക് വന്ന ചില തടസ്സങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ വിഴിഞ്ഞം തുറമുഖം അതിൻ്റെ 1ാം ഘട്ടം യാഥാർത്ഥ്യമായിരിക്കുന്ന ഒരു സന്തോഷ നിമിഷത്തിലാണ് നമ്മളുള്ളത്. രോഹിണി. അതെ പ്രജിത്ത്. ശാലിനി കൂടി ചേരുന്നു. ശാലിനി, വിഴിഞ്ഞം വികസന കുതിപ്പിലേക്ക് നീങ്ങുകയാണ്. രാജ്യത്തിൻ്റെ പുരോഗതിക്ക് നിർണായകമാകുന്ന വിഴിഞ്ഞം തുറമുഖം ഇനി സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ നാളുകളിലേക്കാണ് കുതിക്കുന്നത്. ഘട്ടം ഘട്ടമായുള്ള വികസന പ്രവർത്തനങ്ങൾ, ഒട്ടേറെ പ്രത്യേകതകൾ, ലോകോത്തര നിലവാരത്തിലുള്ള ഒരു തുറമുഖമായി മാറുമ്പോൾ എത്രത്തോളം വികസന വാതായനങ്ങളാണ് കേരളത്തിലേക്ക് തുറക്കുന്നത്? രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വികസനത്തിന്റെ ഇടനാഴി കൂടിയാണ് ഇന്ന് രാവിലെ ഈ ഉദ്ഘാടനം കഴിഞ്ഞതോടുകൂടി തിരുവനന്തപുരം വിഴിഞ്ഞം തുറമുഖത്ത് തുറന്ന് വെക്കുന്നത് എന്നുള്ളതാണ്. എനിക്ക് പിന്നിൽ കാണാം ആ മദർഷിപ്പ് അങ്ങനെ നങ്കൂരമിട്ട് കിടക്കുകയാണ്. മുഖ്യമന്ത്രി പറഞ്ഞൊരു വാക്ക് കടമെടുക്കുകയാണെങ്കിൽ പോർട്ടുകളുടെ പോർട്ടായി അല്ലെങ്കിൽ പോർട്ടുകളുടെ മദർ പോർട്ടായി തിരുവനന്തപുരം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മാറാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. 2028 പൂർണ്ണ സജ്ജമായ ഒരു പോർട്ടായി തിരുവനന്തപുരം വിഴിഞ്ഞം തുറമുഖം മാറും എന്നുള്ളതാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. 10,000 കോടി രൂപയുടെ നിക്ഷേപത്തിന് വഴിവെച്ചുകൊണ്ടാണ് ഈ ഒരു തുറമുഖം സാക്ഷാത്കാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. 17 കൊല്ലം മുൻപേ തന്നെ പൂർണ്ണ സജ്ജമായ രീതിയിൽ 2028 2048 എങ്കിൽ പോലും അതിനു മുൻപ് തന്നെ പൂർണ്ണ സജ്ജമായ ഒരു പോർട്ടായി മാറാനുള്ള തയ്യാറെടുപ്പുകൾ സ്വീകരിച്ചിട്ട് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മുഖ്യമന്ത്രി അടക്കമുള്ളവർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ വികസനത്തിന്റെ വാതായനങ്ങൾ തുറന്നുകൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖം അതിന്റെ ഔദ്യോഗികമായുള്ള ട്രയൽ റണ്ണിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാളാണ് ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ഈ ഒരു ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യപ്രഭാഷണം അടക്കം നടത്തുകയും ചെയ്തു. കഴിഞ്ഞ കുറേ നാളുകളായി വിഴിഞ്ഞം മാത്രമല്ല രാജ്യത്തിന്റെ ഒരു പ്രധാന സ്വപ്നം, ആ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ച ദിനം കൂടിയായി ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു ദിവസമായി ജൂലൈ 12 മാറുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമ്മളിപ്പോൾ നിൽക്കുന്നത് രാവിലെ മുതൽ തന്നെ നമ്മൾ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച വിഴിഞ്ഞം ഹാർബറിന് സമീപത്താണ്. നിരവധി ആളുകളാണ് രാവിലെ മുതൽ തന്നെ ഈ ഒരു മദർഷിപ്പ് കാണാനായി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. വികസനം മാത്രമല്ല, ഒപ്പം തന്നെ നാടിന്റെ ഒരു സമഗ്ര മാറ്റത്തിന് കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം തുടക്കമിടുന്നത് എന്നുള്ളതാണ് അവർ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് ഇനി വരുന്ന ആളുകൾ വിഴിഞ്ഞത്തോടുകൂടി വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇനിയിപ്പോൾ നടക്കുമ്പോൾ അത് പൂർണ്ണമാകും എന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. തൊഴിലവസരങ്ങൾ, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, അങ്ങനെ വിവിധ മേഖലകളിൽ വിവിധ രീതിയിൽ വികസനം ഉറപ്പാക്കുമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. പ്രദേശവാസികൾ ഒപ്പം തന്നെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ ഇപ്പോഴും ഇവിടെ എത്തി ഈ മദർഷിപ്പ് സെന്റ് ഫെർണാണ്ടോ എന്ന് പറയുന്ന മദർഷിപ്പ് കാണാനുള്ള ആകാംക്ഷയിലൊക്കെയാണ് ചില വ്യക്തികൾ നമുക്കൊപ്പം ഈ മണിക്കൂറിലും ചേരുകയാണ്. ചേട്ടാ, ഇവിടെ നിന്നാ വരുന്നത്? ഞാൻ നെടുമങ്ങാട് ഈ മദർഷിപ്പ് കാണാൻ വേണ്ടി വന്നതാ. ശരി, എന്ത് തോന്നുന്നു? നമ്മളെ നാട്ടിന്റെ പുരോഗതിയല്ലേ, നന്നായിരിക്കട്ടെ. ശരി. പ്രതീക്ഷിച്ചിരുന്നോ സ്വന്തം നാട്ടിൽ ഇങ്ങനെ ഒരു വലിയ ഷിപ്പ്? ഇല്ല, അതല്ലേ വയസ്സുകാലത്ത് കാണാൻ വേണ്ടി വന്നത്.
വയസ്സായ ആളുകളാണ് അവർ ഈ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുമ്പോൾ ആ സ്വപ്നത്തിന്റെ ഭാഗമാകുവാൻ വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും നങ്കൂരമിട്ട സെന്റ് ഫെർണാണ്ടോ മദർഷിപ്പ് വിഴിഞ്ഞം തുറമുഖത്ത് ഉണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചത് ഇന്ന് വൈകിട്ടോടുകൂടി ഇവിടെ നിന്നും യൂറോപ്പിലേക്ക് മുഴുവൻ ചരക്കുകളും 1950ഓളം വരുന്ന കണ്ടെയ്നറുകൾ ഇവിടെ ഇറക്കിയതിനു ശേഷം അൺലോഡ് ചെയ്തതിനു ശേഷം ഇവിടെ നിന്ന് തിരികെ യൂറോപ്പിലേക്ക് പോകുമെന്നുള്ളതായിരുന്നു നമുക്ക് ആദ്യം കിട്ടിയിരുന്ന സൂചനകൾ. തൊട്ടു പിന്നാലെ തന്നെ ഫീഡർ ഷിപ്പുകൾ ഇവിടെ എത്തി മറ്റ് രാജ്യത്തിന്റെ വിവിധ തുറമുഖങ്ങളിലേക്കും വിവിധ മേഖലകളിലേക്കും മുംബൈ, കൊൽക്കത്ത അടക്കമുള്ള മേഖലകളിലേക്ക് ഈ കണ്ടെയ്നറുകൾ കൊണ്ടുപോകുമെന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ ചില സമയ ക്രമീകരണങ്ങളിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് മദർഷിപ്പ് ഇന്ന് ഇവിടെ നിന്ന് പോകില്ല എന്നുള്ളതാണ്. കാരണം ഇനിയും കണ്ടെയ്നറുകൾ അൺലോഡ് ചെയ്യാനുണ്ട്. അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഫീഡർ ഷിപ്പുകൾ ഇങ്ങോട്ടേക്ക് എത്തുക. അതിനുശേഷം ഇവിടെ നിന്ന് മറ്റ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ കണ്ടെയ്നറുകൾ കൊണ്ടുപോവുകയും ചെയ്യും. ചേട്ടനും ആദ്യമായിട്ട് വന്നതാണോ? ഷിപ്പ് കാണാനായിട്ട് വന്നതാണ്. എന്ത് തോന്നുന്നു? പ്രതീക്ഷിക്കുന്നു ഇത്രത്തെ വലിയൊരു മാറ്റം ആവശ്യമാണല്ലോ. നമ്മുടെ നാട്ടിനൊരു മാറ്റം വേണമല്ലോ. നാട്ടിന് ഒരു പുരോഗതിയല്ലേ, അത് രാഷ്ട്രീയം പ്രശ്നമല്ലല്ലോ. സമരങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നടന്നു. ഇന്നതിന്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരം. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമല്ലോ. അതും പരിഹരിക്കപ്പെടണം, ബാക്കി പുരോഗമനം വേണം. എല്ലാം കൂടെ ഒരുമിച്ച് വേണമല്ലോ. മനസ്സിലായില്ലേ? കുറച്ച് അതും വേണം, എല്ലാം കൂടെ ചേർന്നാലേ ശരിയാവും. പറയുന്നത് പോലെ തന്നെയാണ്. സമരമൊക്കെ നടന്നു. നാട്ടുകാരുടെ വികസനത്തോടൊപ്പം തന്നെ നാടിന്റെ വികസനം. അതെ, എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് ശാലിനി. വിഴിഞ്ഞം വാസികൾ. നമുക്ക് പ്രശാന്ത് ശങ്കരമംഗലത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. പ്രശാന്ത്, വിഴിഞ്ഞത്തെ ആവേശത്തിരയിളക്കം എത്രത്തോളമുണ്ട്? രോഹിണി, വലിയ ആവേശം തന്നെയാണ് ജനങ്ങൾക്കുള്ളത്. നമ്മൾ നിൽക്കുന്ന ഭാഗം ആളുകൾ ഒഴിഞ്ഞൊരു ഭാഗമാണ്. അതായത് ഈ ഷിപ്പിന്റെ പരമാവധി ദൃശ്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നതുകൊണ്ട് കുറച്ച് ഉള്ളിലേക്ക് വന്ന് ഒരു പാറയുടെ മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ജനവാസം ഇല്ലാത്തൊരു സ്ഥലം കൂടിയായതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഒരു വികാരം നമുക്ക് ഇവിടെ നിന്ന് പങ്കുവയ്ക്കാൻ സാധിക്കില്ല എന്നൊരു വിഷമമുണ്ട്. എന്നാൽ ഈ വരുന്ന വഴികളിലെല്ലാം നമ്മൾ ഈ സ്ഥലത്തേക്ക് എത്തുമ്പോൾ ആ എത്തുന്ന സ്ഥലത്തെല്ലാം നിരവധി ആളുകളുമായി നമ്മൾ സംവദിക്കുകയുണ്ടായി. നമ്മുടെ ഈ വാഹനം കണ്ടു, ന്യൂസ് വാഹനം കണ്ട് പലരും നമ്മളോട് തന്നെ സമീപിക്കുകയൊക്കെ ചെയ്തു. അവരെല്ലാം വലിയ പോസിറ്റീവായിട്ടൊരു മനസ്സുമായിട്ടാണ് നിൽക്കുന്നത്. വലിയ സന്തോഷമാണ് എല്ലാവരും പ്രകടിപ്പിക്കുന്നത്. അതായത് ഇത്തരത്തിലൊരു ലോക നിലവാരത്തിലുള്ള ഒരു കപ്പൽ മദർഷിപ്പ് നമ്മുടെ തുറമുഖത്തേക്ക് എത്തുന്നു, ആദ്യമായി എത്തുന്നു. മാത്രമല്ല ആ വികസനത്തിന്റെ ഒരു തുടക്കം എന്ന രീതിയിലൊരു കാൽവയ്പ്, ആ ഒരു ചെറിയ കാൽവയ്പൊന്നും നമുക്കതിനെ പറയാൻ കഴിയില്ല. വലിയൊരു കാൽവയ്പ് നമ്മൾ വെക്കുന്നു. അങ്ങനെ ഒരു വലിയ സാഹചര്യം രൂപപ്പെടുന്നു. മാത്രമല്ല ലോക നിലവാരത്തിലേക്ക് നമ്മളും ഉയരുന്നു. ഒരു അന്താരാഷ്ട്ര നിലവാരം നമുക്കുണ്ടാകുന്നു. മാത്രമല്ല ഈ വ്യവസായ മേഖലകളിലെല്ലാം വലിയൊരു വാതായനം തുറന്നു വരുന്നു. ഇത് ഇവിടുത്തെ ജനങ്ങൾക്ക് മുതൽക്കൂട്ടാകുന്നു എന്നതെല്ലാം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ജനങ്ങൾ സ്വീകരിക്കുന്നത്. അതെ, തീർച്ചയായും പ്രശാന്ത്. എന്തായാലും വികസന കുതിപ്പിലേക്ക് വിഴിഞ്ഞം വരികയാണ്. ട്രയൽ റൺ ഉദ്ഘാടന കർമ്മം മുഖ്യമന്ത്രി നിർവഹിച്ചു. നമ്മുടെ പ്രതിനിധികളാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.